ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചിന്തിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്. നടിക്കുന്നവരെ ദൈവം പിടിക്കും. കാണാൻ സാധിക്കും. ഏതാനും വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നടിക്കുന്നത്, ഇല്ലാത്തതുണ്ട് എന്ന് ഭാവിക്കുന്നത്. അതല്ലാതെ നമുക്കുള്ളത് മതി, നമ്മുടെ കുറവുകൾ നമുക്കുണ്ടെങ്കിലും അത് അംഗീകരിച്ചാൽ മതി. അങ്ങനെയുള്ളവരെ ദൈവത്തിന് ഇഷ്ടമാണ്. അതിന് പകരം പലതും മൂടി വെച്ചോ ഇല്ലാത്തത് ഉണ്ടെന്ന് നടിച്ചോ ഒക്കെ ജീവിതത്തിൽ മുമ്പോട്ട് പോയാൽ ദൈവം നമ്മെ പിടിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഭാര്യ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അവർ പറഞ്ഞത് അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഭർത്താവ് അസഭ്യം പറയുന്നത്. അവർ പറഞ്ഞു, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ ആരും ഈ തെറി പറയുന്ന, അസഭ്യം പറയുന്ന അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല, കേട്ടിട്ടുമില്ല. പക്ഷേ ഞാൻ കല്യാണം കഴിച്ച് ഭർതൃഗൃഹത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പലിശയും കൂട്ടുപലിശയും ചേർത്ത് എനിക്ക് അതിന് പകരം കിട്ടി എന്നാണ് അവർ സൂചിപ്പിച്ചത്. സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അസഭ്യം പറയുന്നത്. ഇതുപോലെ തന്നെ ഈ നുണ പറയുന്നത് സഹിക്കാൻ പറ്റാത്ത വ്യക്തികളുണ്ട്. എനിക്കറിയാം, ഒരു സ്ത്രീ പറഞ്ഞ്, എൻ്റെ ഭർത്താവ് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നുണയാണ്, പച്ചക്കള്ളം. ഞാൻ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതല്ലേ, അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ചിലരെ സംബന്ധിച്ചിടത്തോളം വേറെ എന്താണേലും കുഴപ്പമില്ല, പക്ഷേ നുണ പറഞ്ഞു കഴിഞ്ഞാൽ, കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ അവർക്കത് സഹിക്കാൻ പറ്റത്തില്ല. ഏതാണ്ട് ഇതുപോലെ ദൈവത്തിന് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്, അതാണ് കാപട്യം. അതുകൊണ്ടാണ് സങ്കീർത്തനം 119, 113 വചനം എടുത്താൽ, കപട ഹൃദയം കർത്താവ് വെറുക്കുന്നു. ദൈവത്തിന് സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് കാപട്യം, ഇല്ലാത്തതുണ്ട് എന്ന് ഭാവിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ കുറവുകൾ നമ്മൾ മറച്ചു വെച്ച് മാന്യരാകാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത് ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല എന്ന് നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇല്ലാത്തതും ഉണ്ടെന്ന് നടിക്കാം, ഭാവിക്കാം. അങ്ങനെ പല വ്യക്തികളെയും നമുക്ക് കബളിപ്പിക്കാനും സാധിച്ചേക്കാം. പക്ഷേ ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റത്തില്ല. സുഭാഷിതങ്ങൾ 25:14 എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ചിലർ കൊടുക്കാത്ത ദാനത്തെക്കുറിച്ച് വമ്പ് പറയും, വൻപ് പറയും. ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, അവിടെ ഇന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇതൊന്നും ചെയ്തിട്ടൊന്നുമല്ല. അങ്ങനെ കൊടുക്കാത്ത ദാനത്തെക്കുറിച്ച് വൻപ് പറയുന്ന വ്യക്തികളെക്കുറിച്ച് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ സ്നേഹിക്കാതെ സ്നേഹം നടിക്കാൻ പറ്റും. മറ്റുള്ളവരെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്ന് കാണിക്കാൻ പറ്റും. ശരിക്കുള്ള പ്രാർത്ഥനയില്ലാതെ പ്രാർത്ഥിക്കുന്നവരാണെന്ന് വേണമെങ്കിൽ ഭാവിക്കാൻ പറ്റും. മനുഷ്യരുടെ മുമ്പിൽ അങ്ങനെയുള്ള നടനം അത് വേണമെങ്കിൽ നമുക്ക് നടത്താൻ പറ്റും. ഞാൻ വിശുദ്ധനാണ്, വിശുദ്ധയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ എനിക്ക് വേണമെങ്കിൽ നടത്താൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ദരിദ്രനാണെങ്കിലും ധനവാനാണെന്ന് വേണമെങ്കിൽ ഭാവിക്കാം, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താം. രമച്ച് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ മകൻ എവിടെയെങ്കിലും സമൂഹത്തിൽ പുറത്ത് അവൻ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പലരും വിചാരിക്കും കുബേര കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണെന്ന്, ധനികനായ ഒരു വ്യക്തിയാണെന്ന്. കാരണം അവൻ്റെ വേഷവിധാനം, അവൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും തോന്നിയേക്കാം. പക്ഷേ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നോക്കിയാൽ തൊഴുത്തു തോറ്റു, ഒരു സൗകര്യമില്ല, അതുപോലത്തെ ഒരു വീട്. എങ്കിലും വേണമെങ്കിൽ നമുക്ക് മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് മറ്റൊരു വ്യക്തിയായിട്ട് അവതരിക്കാം, മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാൻ നമുക്ക് സാധിച്ചേക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കർത്താവ് വെറുക്കുന്ന കാര്യമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് 1-2 സുപ്രധാന വചനങ്ങൾ അടുത്തായി നമ്മൾ കാണുന്നത് ആ വചനങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട ചില വചനഭാഗങ്ങൾ ഈ കാര്യം, ഈ യാഥാർത്ഥ്യം വെളിവാക്കുന്ന, ഈ വിഷയം അവതരിപ്പിക്കുന്ന 1-2 വചനങ്ങളാണ്. വെളിപാട് 2:2 വായിച്ചാൽ, അപ്പസ്തോലന്മാരെന്ന് നടിക്കുകയും അങ്ങനെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവർ നിങ്ങളുടെ ഇടയിലുണ്ട്. അവർ നടിക്കുന്നു, അപ്പസ്തോലന്മാരാണ്, നേതാക്കന്മാരാണെന്ന്, പക്ഷെ അതിനനുസരിച്ചുള്ള പെരുമാറ്റമല്ല അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. റോമാലേഖനം 12:3 വായിച്ചാൽ, ആത്മാവിൽ പ്രേരിതനായി ഞാൻ നിങ്ങളോട് പറയുന്നു, പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യമാണ്, ഉള്ളതിൽ കൂടുതൽ മേന്മ ആരും ഭാവിക്കരുത്. എൻ്റെ ആവശ്യമില്ല, നടനം അത് വേണ്ടാന്ന്. ഉള്ളതിൽ കൂടുതൽ മേന്മ നിങ്ങൾ ആരും ഭാവിക്കരുത്, ഭാവിക്കേണ്ടതില്ല എന്നുള്ളത്
കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മറ്റൊരു കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. നടനം കൊള്ളാം നാടകത്തിന്, യഥാർത്ഥ ജീവിതത്തിന് അത് ശരിയാവത്തില്ല. നാടകമോ സിനിമയൊക്കെ ആണെങ്കിൽ നടനം വേണേൽ നമുക്ക് ബെസ്റ്റ് ആക്ടറുടെ അവാർഡും കിട്ടിയേക്കാം നടനം കൊണ്ട്. പക്ഷെ അത് റിയൽ ലൈഫിൽ വിലപ്പോകില്ല. നടനം നമുക്ക് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ, അതുപോലെ തന്നെ യഥാർത്ഥ വിവാഹ ജീവിതം നയിക്കാൻ, യഥാർത്ഥ സമർപ്പണ ജീവിതം നയിക്കാൻ, ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഓണസ്റ്റി, 2 ഒത്തൻറ്റിസിറ്റി. ഓണസ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സത്യസന്ധത. ഇനി ഈ നടിക്കുന്നവർക്ക് എവിടെയാണ് സത്യസന്ധത? ഓണസ്റ്റി ആൻഡ് ഒതൻറ്റിസിറ്റി. ഒതൻറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആകരുത്, കലർപ്പില്ലാത്തതായിരിക്കണം നമ്മുടെ ജീവിതം. ഇത് ക്രിസ്തീയ ജീവിതത്തിനും സമർപ്പണ ജീവിതത്തിനും വിവാഹ ജീവിതത്തിനുമെല്ലാം ഒരുപോലെ ആവശ്യമായ കാര്യങ്ങളെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു, വചനം നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് 4-മതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം, ദൈവം സർവജ്ഞാനിയും ഹൃദയം പരിശോധിക്കുന്നവനുമാണ്. അവൻ്റെ അടുത്ത് നമ്മുടെ നടനം വിലപ്പോകത്തില്ല. അതുകൊണ്ടാണ് നടിക്കുന്നവരെ ദൈവം പിടിക്കും എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഇനി അവർ പിടിക്കപ്പെടും. കർത്താവിൻ്റെ കണ്ണിൽ അവർ എന്തായിരിക്കുന്നോ അതാണ് യഥാർത്ഥത്തിൽ അവരായിരിക്കുന്നത്. മനുഷ്യർ നമ്മളെക്കുറിച്ച് പറയുന്നത് ആയിരിക്കണമെന്നില്ല. ഹൃദയം പരിശോധിക്കുന്നവനാണ് കർത്താവ്. സങ്കീർത്തനം 17:3 മുതൽ വായിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ സങ്കീർത്തകൻ അവിടെ എടുത്തു പറയുന്നുണ്ട്. ഇത് നമുക്കൊന്ന് പറയാൻ സാധിച്ചെങ്കിൽ എത്ര വലിയ ഭാഗ്യമായിരുന്നു. സങ്കീർത്തകൻ പറയാണ്, കർത്താവേ, നീ എന്നെ പരിശോധിച്ച് നോക്കുക, നീ എന്നെ രാത്രിയിൽ സന്ദർശിച്ചു നോക്കുക, നീ എന്നെ ഉരച്ചു നോക്കുക, എന്നിൽ പാപം കാണില്ല. ഇങ്ങനെ പറയാൻ സാധിക്കായിരുന്നെങ്കിൽ അത് എത്ര വലിയൊരു നേട്ടമാണ് നമുക്ക് ദൈവമക്കൾക്ക്. ഉരച്ചാൽ പോലും കളറ് മാറാത്ത, ഡ്യൂപ്ലിക്കേറ്റ് അല്ലാത്ത ഒരു ജീവിതം. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് നാം തിരിച്ചറിയണം. ഗലാത്യർ 6:7 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട. ദൈവത്തെ കബളിപ്പിക്കാൻ ആർക്കും പറ്റില്ല. നമുക്കാർക്കും ദൈവത്തെ കബളിപ്പിക്കാൻ മാത്രം ബുദ്ധി, സാമർഥ്യമോ ജ്ഞാനമോ സ്മാർട്ട്നെസ് ഒന്നും ഇല്ലെന്ന്. ദൈവത്തെ കബളിപ്പിക്കാൻ ആർക്കും പറ്റുന്നില്ല. എന്നിട്ട് പറയാണ്, നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നീ കപട ജീവിതമാണ് ജീവിക്കുന്നത് എങ്കിൽ അതിൻ്റേതായിട്ടുള്ള ശിക്ഷ ഏൽക്കേണ്ടി വരും. നീ യഥാർത്ഥ ക്രിസ്തീയ ജീവിതമാണ് നയിക്കുന്നത് എങ്കിൽ അതിൻ്റേതായിട്ടുള്ള റിവാർഡ്, അതിൻ്റേതായിട്ടുള്ള പ്രതിഫലം നിനക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ വചനത്തിൻ്റെ സന്ദേശം. പ്രഭാഷകൻ 42:20 കൂടി എടുക്കുകയാണെങ്കിലോ, ഒരു ചിന്തയും ദൈവത്തിന് അജ്ഞാതമല്ല. നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടായിരിക്കണേ. ഒരു വാക്കും ദൈവം കേൾക്കാതെ പോകത്തില്ല. സർവജ്ഞാനിയായ ദൈവം കൃത്യമായിട്ട് നമ്മെ അറിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സന്ദേശം. അവസാനമായിട്ട് വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, പരമാർത്ഥ ഹൃദയർ ദൈവത്തെ കാണും. ഹൃദയപരമാർത്ഥതയുള്ളവർക്കാണ് ദൈവത്തെ കാണാൻ പറ്റുക. മത്തായി 5:8 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. സങ്കീർത്തനം 145:18 എടുത്താലോ, ഹൃദയപരമാർത്ഥതയോടെ ദൈവത്തെ വിളിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. പ്രഭാഷകൻ 21:6 വായിച്ചാൽ ഹൃദയം കൊണ്ട് അനുദപിക്കാൻ സാധിക്കുന്ന വലിയൊരു ഭാഗ്യമാണ്. സങ്കീർത്തനം 34:18 വായിച്ചാലും നുറങ്ങിയ ഹൃദയം കർത്താവിന് നിരസിക്കാനാവില്ല. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അത് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.